Good morning. Next, we discuss about some extra syntaxes. Okay. അപ്പോൾ നമ്മൾ ആൾറെഡി വാരിയബിൾ ഡിക്ലറേഷൻ സിൻടാക്സ് ഇതൊക്കെ ബൈ ഹാർട്ട് ആയിരിക്കണം. ഒരു സ്ഥലത്ത് എഴുതി വെക്കുക, പഠിക്കുന്ന എല്ലാ സിൻടാക്സുകളും. കോൺസ്റ്റൻസുകളുടെ 2 ക്രിയേഷൻ സിൻടാക്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് എന്താണ്? ഒരു വാരിയബിളിനെ എങ്ങനെ ഒരു വാല്യൂ അസൈൻ ചെയ്യാം. കോൺസ്റ്റ് കീവേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു വാരിയബിളിലേക്കുള്ള വാല്യൂവിന്റെ അസൈൻമെന്റ്. ഓക്കെ, ആ കോൺസ്റ്റ് കീവേഡ് വന്ന് അത് കോൺസ്റ്റന്റ് ആയി, പിന്നെ അവരുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇനീഷ്യലി നമ്മളൊരു വാല്യൂ കൊടുത്തു, നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റാം, ഇൻക്രിമെന്റ് ചെയ്യാം, ഡിക്രിമെന്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോ എങ്ങനെയാണ് ഒരു വാരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാം? ജസ്റ്റ് എന്താണ്? വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സിംഗിൾ കോൺസ്റ്റന്റ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ A+B അതിന്റെ വാല്യൂ ആവാം, അല്ലെങ്കിൽ 10+5 അങ്ങനെയുള്ള വാല്യൂസ് ആവാം. അത് ആ വാരിയബിളിലേക്ക് ആഫ്റ്റർ കാൽക്കുലേഷൻ അസൈൻ ചെയ്യും. അപ്പൊ സിമ്പിൾ ഇതാണ്. ഈ വാരിയബിൾ ഈക്വൽ ടു വാല്യൂ എന്ന് സെമിക്കോളൻ എന്ന് പറയുമ്പോൾ ഈ വാരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഡാറ്റ ടൈപ്പ് വാരിയബിൾ നെയിം സെമിക്കോളൻ, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ. അപ്പം ആദ്യം വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അങ്ങനെയുള്ള വാരിയബിൾസിലേക്ക് ഈക്വൽ ടു സൈനിന്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും കോൺസ്റ്റന്റുകളോ ഫങ്ഷൻസ് തരുന്ന വാല്യൂസോ എക്സ്പ്രഷൻ തരുന്ന വാല്യൂസോ അങ്ങോട്ട് അസൈൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് എക്സാമ്പിൾസ് ആണ്. A ഈക്വൽ ടു 10 എന്ന് പറയുന്നത് നോർമൽ വാല്യൂ ആണ്. B ഈക്വൽ ടു 10.25 F എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 65,000 L എന്ന് പറയുന്നത് ലോങ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ്. ഹെലോ ഒരു സ്ട്രിംഗ് വാല്യൂ ആണ്. ഫാക്ടോറിയൽ ഓഫ് എന്നോ നമ്പർ എന്നുള്ള വാരിയബിളിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് അത് ഫാക്ട് എന്ന വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, C ഈക്വൽ ടു A+B. A+B എന്താണോ റിസൾട്ട് തരുന്നത് അത് സിയിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു സംഭവമാണ് ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. ഡൈനാമിക് ഈ പറയുന്നതൊക്കെ എന്താണ്? ഇനീഷ്യലൈസേഷൻ മാത്രമാണ്. അതായത് വാല്യൂ അസൈൻ ചെയ്യാന്നുള്ളത് അതിനൊരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാല്, ഒരു വാരിയബിളിനെ എപ്പോഴാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് നമ്മൾ കമ്പൈലറിനെ ഇൻഫോം ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ അതിനൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. അപ്പോ ഡിക്ലറേഷൻ സിൻടാക്സ് പ്ലസ് അസൈൻമെന്റ് സിൻടാക്സ് മിക്സ് ചെയ്യും. അപ്പൊ ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ. ഓക്കെ, അതായത് നമുക്ക് വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ എന്നുള്ളതാണ് എന്ത്? അസൈനിങ് എ വാല്യൂ ടു എ വാരിയബിൾ. അതേസമയം ഡാറ്റ ടൈപ്പ് വാരിയബിൾ സെമിക്കോളൻ എന്നുള്ളതാണ് നമ്മളുടെ ഡിക്ലറേഷൻ സിൻടാക്സ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ് എന്ത്? ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. എക്സാമ്പിള് ഇന്റ് A ഈക്വൽ ടു 10. അതായത് ഇന്റ് A സെമിക്കോളൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വാല്യൂ കൂടി കൊടുത്തു. മെമ്മറി ഉണ്ടാക്കിയപ്പോൾ ആ മെമ്മറിയിൽ ഒരു വാല്യൂ 10 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അതാണ് ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ.